മഞ്ചേശ്വരം തുമിനാട്ട് 18 വയസ്സുകാരിക്ക് പിന്നാലെ കുത്തേറ്റ ബന്ധു മരിച്ചു. സ്വത്ത് തർക്കത്തിനിടെ ഉണ്ടായ ബഹളത്തിനിടയിലായിരുന്നു മഞ്ചേശ്വരം സ്വദേശി ഷെയ്ഖ് ജബ്ബയ്ക്ക് കുത്തേറ്റത്. ഇന്നലെയാണ് പ്രതി ഉമ്മർ മകൾ ജുമൈലയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇന്നലെ വൈകിട്ട് വരെ നല്ല രീതിയിൽ സമാധാനം പുലർത്തിപ്പോന്ന ഒരു മേഖലയായിരുന്നു ഇത്. ഇപ്പോൾ എനിക്ക് തൊട്ട് പിറകിലായി കാണുന്ന വീട്ടിലാണ് ഇന്നലെ വൈകിട്ട് 5:30 സ്വത്ത് തർക്കത്തെ തുടർന്നുണ്ടായ ഒരു ചർച്ചയ്ക്കിടെ ഈ രീതിയിൽ അതിക്രൂരമായ ഒരു ഇരട്ട കൊലപാതകം നടക്കുന്നത്. പ്രതിയായ ഉമ്മർ സ്വന്തം മകളായ ജുമേലയും ബന്ധുവായ ഷെയ്ഖ് അബ്ബയെയും കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ജുമേലയുടെ കഴുത്തിനും അതോടൊപ്പം തന്നെ ഷെയ്ഖ് അബ്ബയുടെ കാലിൻ്റെ തുടയ്ക്കുമാണ് ഈ രീതിയിൽ പരിക്കേൽക്കുന്നത്. ജുമേല ഇന്നലെ സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെടുകയായിരുന്നു. ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ഇപ്പോൾ മൃതദേഹം മംഗൽപാടിയിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 9 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഷെയ്ഖ് അബ്ബ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപെയാണ് മരണപ്പെടുന്നത്. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ പ്രദേശവാസി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാരണം ഒരു കുറേ കൊല്ലമായി ഇല്ലാത്ത പിന്നെ സ്വത്ത് തർക്കത്തിൻ്റെ ചെറിയ പ്രശ്നത്താണ് പറയുന്നത്. പിന്നെ ലഹരിയുമായുള്ള സംഗതിയും പറയുന്നുണ്ട്. ഗൾഫിലുണ്ടായിട്ട് ഒരു 6-7 വർഷമായി ഗൾഫിലുണ്ടായിട്ട്. ഇപ്പോൾ അടുത്ത് വന്നതാണ്. ഈ നാട്ടിൽ ഇത് സംഭവം ആദ്യമാണ്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്ന തന്നെ ആദ്യമാണ്. പൊതുവെ യാതൊരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവാത്ത ഒരു മേഖലയായിരുന്നു ഇത്. സംസ്ഥാന അതിർത്തിയോടൊക്കെ തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു മേഖലയാണ്. സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അവിടെയാണ് ഈ രീതിയിലുള്ള അതിക്രൂരമായ ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. ഒരു വേദന തന്നെ നാട്ടുകാർ ആ രീതിയിൽ ഏറെ സഹിച്ചു നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ നാട്ടുകാരെ മുഴുവൻ നടക്കത്തിലായി പരിക്കേറ്റ രണ്ടാമത്തെ ആൾ കൂടി ഈ രീതിയിൽ മരണപ്പെടുന്നത്. എന്തായാലും ആ ഒരു വേദന ആളുകളുടെ മുഖത്ത് തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തൊട്ടരികിലുള്ള വീട്ടിൽ തന്നെയായിരിക്കും ജുമൈലയുടെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജുമൈലയുടെ മൃതദേഹം കുഞ്ചത്തൂർ ജുമാ മസ്ജിദ് പള്ളിയിലും അതോടൊപ്പം തന്നെ ഷെയ്ഖ് അബ്ബയുടെ മൃതദേഹം ബങ്കര ജുമാ മസ്ജിദ് പള്ളിയിലുമായിരിക്കും ഖബറടക്കുക. ഇനി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം അല്പസമയത്തിനകം തന്നെ സ്ഥലത്തെത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധർ ഇവിടെ എത്തി പരിശോധന പൂർത്തിയാക്കേണ്ടതായുണ്ട്. ഇപ്പോൾ ഇവിടെ വീട് പൂർണ്ണമായും മാർക്ക് ചെയ്ത് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വലിയ പോലീസ് ബന്ദോബസ്ത് ഒരുക്കാനാണ് പോലീസ് ഉന്നതാധികാരികളുടെ തീരുമാനം. ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.